ഹലോ ഗൈസ്. അപ്പൊ ഇന്ന് കുറ്റിയും പറിച്ചോണ്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ വേറെ അങ്ങോട്ടല്ല, ഒരു കല്യാണത്തിന്. അപ്പൊ ഉമ്മച്ചിയുടെ കൂടെയാണ് കേട്ടോ ഞാൻ കല്യാണത്തിന് പോകുന്നത്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ടും കടയിൽ തിരക്കുണ്ടാവുന്നത് കൊണ്ടും ഷാനുക്ക് വരാൻ പറ്റില്ല. അങ്ങനെ നേരെ വീട്ടിൽ ചെന്ന് ഷാന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വിട്ടു പെരുമ്പാവൂരിലേക്ക്. ഈ ഹെൽമെറ്റ് വെച്ച് രണ്ട് സൈഡും പ്രസ് ആയിരിക്കണോണ്ട് തന്നെ വായിലെന്തോ പഴം വെച്ച പോലെയാണ് എന്റെ ഫേസ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നത് എന്റെ രണ്ടാമത്തെ സിസ്റ്ററിന്റെ വീട്ടിലേക്കാണ്. എല്ലാവർക്കും കൂടി ഒന്നിച്ച് പോവാലോ എന്നോർത്തോണ്ട്. കാരണം അവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ കല്യാണം നടക്കുന്നത്. കാര്യം പറഞ്ഞാൽ നടക്കാനായിട്ട് ഒത്തിരി ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ആരും തന്നെ അങ്ങനെ നടന്നൊന്നും പോവാറില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട്. സത്യം പറഞ്ഞാൽ മടി. ആരാ 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 അങ്ങനെ ഞങ്ങൾ നടന്ന ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ തന്നെ ഇവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ റിലേറ്റീവിന്റെ വീട്ടിലാണ് കേട്ടോ കല്യാണം. അങ്ങനെ അതേ കാണാതാണ് ചെറുക്കനും പെണ്ണും. പിന്നെ ഒരുപാട് കാഴ്ച കണ്ടോണ്ടിരിക്കാനോ നിന്നില്ല. ചെന്നപ്പോൾ തന്നെ പോയിരുന്നു ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. മാത്രമല്ല ഈ സെയിം ടീം തന്നെയായിരുന്നു എന്റെ കല്യാണത്തിന് ഫുഡ് വെച്ചതും. ഞങ്ങളൊക്കെ ബിരിയാണി വെച്ചപ്പോൾ ഉമ്മിച്ച് വെഞ്ചോറും കഴിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് വെച്ച് കയ്യേകിട്ട് നേരെ വിട്ടു. കാരണം എന്താണെന്നറിയോ, ഈ മുതൽ സമ്മതിക്കണ്ടേ. ഇത്താ തന്നെ ഇട്ട് പട്ടം ചുറ്റിച്ചു. അവനൊന്നും നീങ്ങിയപ്പോ ഇവനും തുടങ്ങി. ഈ പിള്ളേർ രണ്ടും കൂടി കഴിഞ്ഞ വെള്ളി നക്ഷത്രത്തിലെ ജഗതിയും ജഗദീഷും പോലെയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഷാൻ എന്നെ കൊണ്ടുപോകാനും എത്തി. അപ്പൊ ഓക്കെ, ബൈ.